കണേട്ടാ ഹായ് ഹലോ വെൽക്കം ബാക്ക് കണേട്ട ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞങ്ങൾ വരൂ കമോൺ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ എൻ്റെ ഓണം എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു, കളർഫുള്ളായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. തിരുവോണമായിട്ട് രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ ഫുഡിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി, തേങ്ങ അടക്കം സെറ്റാക്കിയിട്ടാണ് കേട്ടോ കടന്നുറങ്ങുക. പിറ്റേ ദിവസം നീട്ടിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതിയായിരിക്കും, ബാക്കിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണ് കടക്കാറ്. അപ്പോൾ ഒരു 12:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തിരുവോണത്തിൻ്റെ തലേ ദിവസം കടന്നപ്പോൾ. എനിക്കത് ശീലമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് കടന്നുറങ്ങാറ്. പീലിക്കുട്ടിയുടെ ഉറക്കത്തിനനുസരിച്ചിരിക്കും ഞങ്ങളുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ. അതൊന്നും എനിക്ക് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. രാവിലെ 4:30ക്കാണ് അലാറം വെച്ചിട്ടുണ്ടായിരുന്നത്. അലാറം ചതിച്ചു ഗെയ്സ്. അലാറം അടിച്ചോ അത് അടിച്ചത് ഞങ്ങൾ അറിയാതിരിക്കണോ എന്തുണ്ടായെന്ന് അറിയില്ല. 6:30 ആയിട്ടാണ് ഞാൻ നീറ്റിട്ടുണ്ടായിരുന്നത്. ഇന്നും നീക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് അന്ന് നീറ്റിട്ടുണ്ടായിരുന്നത്. അലാറം എന്തുണ്ടായെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ കിടക്കുമ്പോൾ അലാറൊക്കെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ 6:30ക്ക് നീറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ പണി പാളി എന്നുള്ളത് കേട്ടോ. ഞാൻ വേഗം ചാടി നീറ്റ് അടുക്കളയ്ക്ക് ഒരു ഓട്ടമായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ പീലിക്കുട്ടി ഇവിടെ വല്ല പാട്ടിലൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടേ ഉള്ളൂ പനിയൊക്കെ ആയിട്ട്. ആളവിടെ തകൃതിയായിട്ട് വോയിസ് ഓവർ വേറെ കൊടുക്കുന്നുണ്ട് ഗേസ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ എന്താ പറഞ്ഞു വന്നു വെച്ചാൽ 6:30ക്കാണ് നമ്മൾ നീറ്റിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാനും കണ്ണേട്ടനും ഒരുമിച്ച് നീറ്റ് ഞങ്ങൾ സദ്യയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും 6:30ക്കാണ് നീറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. 9 മണിയാകുമ്പോഴേക്കും നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 6:30ക്ക് നീറ്റിട്ട് 9 മണിയാകുമ്പോഴേക്കും സെറ്റാക്കിയ സദ്യയാണ് ഗേസ് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ രാവിലെ തന്നെ 9 മണിയാകുമ്പോഴേക്കും ഇവിടെ നമ്മൾ നേരത്തെ ഓണസദ്യ കഴിക്കും കേട്ടോ. രാവിലെ തന്നെ ഓണസദ്യയാണ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ്റെ 2 ഏട്ടന്മാർ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് ഓണസദ്യ കഴിക്കും. അപ്പോൾ ഇന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും ഓണസദ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. ചില ഓണങ്ങൾക്കൊക്കെ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്നൊക്കെ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ തവണ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തിരുവോണത്തിൻ്റെ അന്നായിരുന്നു സദ്യ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ കായവറുത്തൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അത് കടിച്ചാൽ കിട്ടേണ്ട തോന്നുന്നു ഉണ്ണിക്കുട്ടിക്കിட்ட കയ്യിൽ കൊടുക്കുന്നുണ്ട്. പീലിക്കുട്ടി നല്ല ഹാപ്പിയിലാണ് കേട്ടോ. അവൾക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ കാണുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ ആൾ കുറച്ച് ഓവർ സ്മാർട്ട് ആവും കേട്ടോ. ഡാൻസും കാര്യങ്ങളും കളിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടുന്നാണ് ആദ്യമായിട്ട് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതാ ഏട്ടനും ഏട്ടത്തിയമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതാ ഏട്ടൻ്റെയും ഏട്ടത്തിയമ്മയുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ നിന്ന് കഴിച്ച് വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് കൂടെ കഴിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അധികമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ രാവിലെ നീറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ കേസ്, ഇങ്ങനെ കഴിക്കാതെ പോരും. അപ്പോൾ അതാ ഇവിടുന്ന് നമ്മൾ കുറച്ചിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നും കഴിച്ചില്ല, എന്നാലും കഴിച്ചു, അത്യാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പാലട പായസമായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ സേമിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ദിച്ചുനും കണ്ണേട്ടനൊക്കെ സേമിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്തായാലും ഇവിടെയൊക്കെ പാലടയും പിന്നെ ഏട്ടൻ്റെ അവിടെ പരിപ്പായിരിക്കും കേട്ടോ. അവരിപ്പോഴും അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, സേമിയ ഉണ്ടാക്കി. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമല്ലോ. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു സേമിയ ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ദിച്ചു പിന്നെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് വീട്ടിൽ നിന്ന് ഇങ്ങനെ പായസം കുറേ കഴിച്ചതുകൊണ്ട് 2-3 ഗ്ലാസ്സൊക്കെ കഴിച്ചു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് എന്താ പറയുക, ചോറ് വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ട് കുറച്ച് ചോറും തൈരൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ അങ്ങനെ കൂടുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടിയോണ്ട് തന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷിജൊന്നും അധികം നാട്ടിലില്ലാത്തതാണല്ലോ. അപ്പോൾ അവനങ്ങനെ ഓണത്തിനൊക്കെ ചില ദിവസങ്ങളൊക്കെ തിരുവോണം കഴിഞ്ഞിട്ടാണ് വരിക, ചില തവണ ഓണത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടാറില്ല എല്ലാവരും കൂടെ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണേട്ടനും ഒരു ഏട്ടനും കൂടെ ഉണ്ട് കേട്ടോ. അവർ ഫാമിലി ആയിട്ട് ബാംഗ്ലൂരാണ് സെറ്റിൽ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരിതിലില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അമ്മും തങ്കുമായിരുന്നു കേട്ടോ. അവർ നമ്മളെ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടികളാണ്. അപ്പോൾ കുട്ടികളൊക്കെ പാടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തായിരുന്നു. അങ്ങനെ ഫാമിലി ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുകയായിരുന്നു എല്ലാവരും കൂടെ നിന്നിട്ട്.
പിന്നെ അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്നും അധികം നിൽക്കില്ല കേട്ടോ ഏട്ടനെടുത്തിയമ്മയൊന്നും. അപ്പോൾ ഓണത്തിനൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെക്കന്മാരൊക്കെ അവർ പിടിച്ച് നിർത്തി എടുക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ണിക്കുട്ടിയും ടീച്ചും പീലക്കുട്ടിയും ഒക്കെ പാടെ കൂടി നിന്നിട്ട് പിന്നെയും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണേട്ടനോട് ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. കണ്ണേട്ടന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് തന്നെ ഷിജുവിൻ്റെ ഷർട്ട് എടുത്തിട്ട് ഇടുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പീലിക്കുട്ടിക്ക് പാല് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ബഹളവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവൾ പാല് കുടിക്കുന്നില്ല എന്ന് അവൾക്ക് പാല് വേണം ഇനിയും അങ്ങനെ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പീലിക്കുട്ടിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് ഗെയ്സ്. ഇത് 3ാമത്തെ സദ്യയാണ് ഗെയ്സ് കഴിക്കുന്നത്. ഇവിടെ ഗംഭീര സദ്യയായിരുന്നു കേട്ടോ. പരിപ്പ് പായസമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളത് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ്. ദിച്ചു ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളുടെയൊക്കെ കൂടെ ഇരുന്നിട്ട്. ഇത് ലാസ്റ്റ് ട്രിപ്പാണ് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നത്. ഏട്ടനും അടുത്ത് മീൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. വലിയ വേണ്ടാച്ചിട്ടുള്ളൊരു കഴിപ്പാണ് കേട്ടോ, കാരണം നമ്മൾ വയറ് ഫുള്ളായിട്ടിരിക്കുകയാണല്ലോ. പിന്നെ ഇതാ അങ്ങനെ സദ്യകളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ നേരെ എൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലാണ് കേട്ടോ ഒന്ന് കയറിയിരിക്കുന്നത്, ആൾക്കിന്ന് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാണ്. ഇനി വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ ബാക്കിയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ ഗേസ്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു റീൽസിനുള്ള കറക്കാണ് കേട്ടോ ഗേസിൻ്റെ നിങ്ങൾ കാണുന്നത്. ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കട്ടിക്കൂട്ടലുകളാണ്. അത് നിങ്ങൾ മെയിൻ ചെയ്യേണ്ട. എനിക്കിവിടെ കൊടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷേ പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണേട്ടനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. കണ്ണേട്ടന് ഇതാ ഇനിയിപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ ആക്കിയിട്ട് വേറെ എന്തോ ഒരു പരിപാടിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തോ ഒരു വോളിബോളോ അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ആ പോകുന്നതിൻ്റെ ഒരു സംഭവം തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിക്കുക. എവിടേക്കും പോകണില്ല എന്നുണ്ടെങ്കിൽ ആളെടുത്ത് തരില്ല കേട്ടോ. പിന്നെ അത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഓണക്കൂടിയൊക്കെ കാണിച്ചെടുക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പീലിക്കുട്ടി വന്നിട്ട് പാമ്പു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് കുറച്ച് പാമ്പൊക്കെ കൊടുത്തു കേട്ടോ. ആൾക്കാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുകയാണെന്ന് കണ്ട അപ്പോൾ വന്നിട്ട് പറയും പാമ്പു എന്നിട്ടോ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പിന്നെയും വന്നിട്ട് ഇതാ പറയണു പാമ്പു എന്ന്. അല്ലേ പീലിക്കുട്ട, എന്താ പറയാ? അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് ഈ തവണത്തെ ഓണം അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ സിസ്റ്ററും ഫാമിലിയും വരും കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ ഡ്രസ്സൊന്നും അഴിക്കാതിരിക്കാനായിട്ട്, എൻ്റെ ഡ്രസ്സിനെ കുറിച്ച് 2 അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ അഴിക്കാതിരിക്കുന്നത്. പിന്നെ അമ്മമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മേനെയും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ണേട്ടെടുത്തന്ന് വീഡിയോസൊന്നും പോരാത്തതുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ച് നേരം കൂടെ എടുക്കുകയായിരുന്നു കേട്ടോ. അതൊന്നും സെറ്റായില്ല ഗൈസ്. അപ്പോഴേക്കും ഇതാ എൻ്റെ അനിയത്തിയും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇവർക്കൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് ഗൈസ്, എന്താ ചെയ്യാം. ഇതാ പൊടിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ പൊടി ഇങ്ങനെ ചിന്താവിശിഷ്ടനായി നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ ഇവർ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ ഇവർ വരുന്നതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നൈറ്റ് ഇങ്ങോട്ട് വരും കേട്ടോ, അപ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പീലിക്കുട്ടിയും പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ സെറ്റായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ദിവസമായല്ലോ കണ്ടിട്ട്. പീലിക്കുട്ടി പിന്നെ ഓണാണ് കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇതാ പൊടിയും ദിച്ചും കൂടെ ഇനിയിപ്പോൾ കളിയായിരിക്കും അടിയായിരിക്കും കേട്ടോ. 2 പേരും ഭയങ്കര കമ്പനിയാണ്. അതുപോലെ തന്നെ നല്ല അടിയാണ് കേട്ടോ 2 പേരും. അപ്പോൾ അങ്ങനെ സദ്യയുടെ മട്ടിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളിതാ വൈകുന്നേരം ചിക്കനാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കുക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കിയിട്ടായിരുന്നു. എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അന്നത്തെ ദിവസം അങ്ങനെ അവിടെ കഴിഞ്ഞു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. നമ്മൾ കുറച്ച് മീനൊക്കെ വാങ്ങി സെറ്റാക്കുമായിരുന്നു. അപ്പോൾ അത് കസിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അങ്ങനെ കുറേ നേരം ചില്ല് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഓണവിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.